ലഷ്കർ ഇ തൊയ്ബന്റെ ഗാങ്ങില് അവിടുത്തെ ഗാങ് ലീഡറാണ് മോഹൻലാൽ. അവിടുത്തെ ഗാങ് ലീഡറാണ് കൊടുക്കാൻ ഏൽപ്പിച്ച ആള് കൊള്ളാം. ഒന്നും ഒരു സിനിമ മുഴുവൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് ഒന്നും. സിനിമ നിരോധിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ ആളാണത്രേ നുസ്രത്ത് ജഹാൻ. പക്ഷേ ഈ താത്ത പറയുന്നതിൽ ചില കാര്യങ്ങൾ തെറ്റാണ്. ഇതിൽ താത്ത ഒന്നാമതായിട്ട് പറയുന്ന കാര്യം, ഈ മോഹൻലാൽ എന്ന് പറയുന്നത് ലഷ്കർ എ തോയ്ബയുടെ നേതാവാണ് എന്നാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ ചേച്ചി സിനിമ കണ്ടിട്ടില്ല എന്നതാണ്. കാരണം സിനിമ കണ്ടിരുന്നെങ്കിൽ തീവ്രവാദത്തിന്റെ പിടിയിൽ നിന്ന് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ രക്ഷിക്കുന്ന ഒരാളാണ് മോഹൻലാൽ അതില്. അതായത് ഇവരെ തീവ്രവാദികൾ ചെറുപ്പത്തിൽ ഇവനെ പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തതാരാണ്? ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുമ്പോൾ പോലും പൃഥ്വിരാജിന്റെ ആ ചെറിയ യങ്ങർ വേഷനുള്ള കഥാപാത്രം ഒരിക്കലും പറയുന്നില്ല അത് ഹിന്ദുസ്ഥാനാ ചെയ്യുന്നതെന്ന്. അവിടെ പോലും അവർ തീവ്രവാദം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതിലുള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാതെ ഇപ്പൊ തമ്മിലടുപ്പിക്കാനുള്ള ഈ ശ്രമത്തിനെയാണ് നമ്മൾ ചെറുക്കേണ്ടത്. ഓരോ സിനിമയ്ക്കും ഓരോ ത്രെഡ് വേണം, അത് കിട്ടിയപ്പോൾ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നേരെ മറിച്ച് ഈ ആദ്യം നടന്ന കലാപമാണ് ഇവര് സിനിമയാക്കിയിരുന്നതെങ്കിൽ, ട്രെയിൻ കത്തിക്കുന്ന സംഭവമാണ് സിനിമയാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ നടക്കുന്നത്? കാരണം അതിൽ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം വന്നേനെ. പക്ഷെ അതിന് പകരമായിരിക്കാം ഇവരിത് രണ്ടാമത്തെ സംഭവം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും കലാപം നടന്ന എല്ലാം നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ നമ്മൾ ഇത് സിനിമയെ തന്നെ കണ്ട് കൂടുതൽ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിംസും വളരെ സൗഹാർദ്ദത്തോടെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിയുന്നത്, അതുപോലെ തന്നെ കഴിയണം. പക്ഷെ എവിടുന്നെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഒരു സിനിമ ഉണ്ടായി, അതിന്റെ പേരിൽ ഇത്ര ചർച്ചകളും, പിന്നെ പഴയതെല്ലാം തെരഞ്ഞ് ഇപ്പൊ എല്ലാവരും പഴയ കലാപങ്ങളൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ചു, അവിടെ എത്ര നഷ്ടം ഇവിടെ എത്ര നഷ്ടം ഈ കണക്കെടുത്ത് പുതിയ തലമുറ പോലും ഇപ്പോഴായിരിക്കും അത് കണ്ട് ഫുള്ളും മനസ്സിലാക്കി. അപ്പൊ അവരുടെയൊക്കെ മൈൻഡിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഇത് വീഴും ഇല്ലേ? ഹിന്ദുക്കളുടെ മനസ്സിലങ്ങനെ, മുസ്ലിംസിന്റെ മനസ്സിലങ്ങനെ. ആ കലാപത്തിന്റെ ഇപ്പൊ ഇവര് ഈ സിനിമയിൽ കാണിച്ചതിന്റെ 1000 മടങ്ങാണ് കലാപത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ നമ്മളിനി ചികഞ്ഞു പോയി അറിയുമ്പോൾ, അപ്പൊ ഈ ഒരു ത്രെഡ് സ്വീകരിച്ചതിനെ എനിക്ക് ശരിക്കും യോജിപ്പില്ല. ത്രെഡ് സ്വീകരിച്ചത് ഓരോ മനസ്സിലും എങ്ങനെയൊക്കെ പതിക്കും. ഹിന്ദുക്കൾ അവരെ ന്യായീകരിക്കും, മുസ്ലിംസ് അവരെ ന്യായീകരിക്കും, പിന്നെ ഒരു ചെറിയ സ്പാർക്ക് മതി പൊട്ടാന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊന്നും എത്തരുത്. ഈ ത്രെഡ് എടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല.